സംഘത്തിൽ 3 പേർ രാത്രി 11 മണിയോടെ സ്ഥലത്തെത്തി. തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. മൂവരും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവരും മുൻപ് സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുമാണ്. പ്രതികളിൽ പ്രധാനിയാണ് പെരുന്നാട് സ്വദേശി സുരേഷ്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റു 2 പേരെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മറ്റിരുവരെയും വൈകാതെ കസ്റ്റഡിയിലെടുക്കും. കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന് 4000 രൂപ മോഷ്ടിച്ചു. ഉപദേവതാ ക്ഷേത്രം കുത്തിപ്പൊളിച്ച് 20,000 രൂപ വില വരുന്ന ഓട് വിഗ്രഹപ്രഭ അപഹരിച്ചു. 4,000 രൂപ വില മതിക്കുന്ന 5 നിലവിളക്കുകളും എടുത്തുകൊണ്ടുപോയി. ആകെ 28,000 രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പരാതി. അതേസമയം ക്ഷേത്രത്തിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ സുരേഷിനെതിരെ പ്രതിഷേധമുണ്ടായി. ആളുകളെ നീക്കിയ ശേഷമായിരുന്നു പിന്നീട് പോലീസ് നടപടി. ഞാൻ അമ്മരോട് വന്നു, അവിടെ വരെ വന്നു, വണ്ടിയുടെ അവിടെ വരെ വന്നു. കേട്ടോ ഇപ്പം കേട്ടോ നീ ഭഗവന്നല്ല. ഞായറാഴ്ച രാത്രി 11-നും തിങ്കളാഴ്ച പുലർച്ചെ 5-നും മധ്യയായിരുന്നു മോഷണം. പൂജകൾക്കായി ക്ഷേത്രത്തിലെത്തിയ ശാന്തിക്കാരനാണ് ഉപദേവതാ ക്ഷേത്ര വിഗ്രഹം പുറത്തേക്ക് വലിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. വിശദമായി പരിശോധിച്ചപ്പോൾ കാണിക്കവഞ്ചികൾ കുത്തിപ്പൊളിച്ചതായും പണം അപഹരിക്കപ്പെട്ടതായും വ്യക്തമായി. പണ്ട് ഇവിടെ മോഷണം നടന്നിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് ഇങ്ങനെ ഒരു മോഷണം ഉണ്ടായിട്ടില്ല. വെറുതെ വിടരുത്. കാരണം അവർ 10 രൂപ വഞ്ചി പൊട്ടിച്ചാൽ കുഴപ്പമില്ല, എന്തെങ്കിലും എടുത്തോണ്ട് പോയാലും കുഴപ്പമില്ല. വിഗ്രഹം നശിപ്പിച്ചവനെ തെറ്റാക്കരുത്. സമീപത്തെ ഒരു വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് നാശം വരുത്തിയ പ്രതികൾ കാരൂർ ഓർത്തഡോക്സ് പള്ളിയുടെ കുരിശടിയിൽ മോഷണത്തിനും ശ്രമം നടത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.